ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുമൊപ്പം പന്ത് തട്ടാൻ ഭാഗ്യം ലഭിച്ച അപൂർവം കളിക്കാരിലൊരാൾ. അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം ഏഞ്ചൽ ഡി മെരിയെ അങ്ങനെ വിശേഷിപ്പിക്കും. എന്നാൽ മെസ്സി ആയാലും റൊണാൾഡോ ആയാലും കരിയറിലെ ചില വലിയ നേട്ടങ്ങൾക്ക് കടപ്പെടുന്നത് ഏഞ്ചൽ ഡി മെരിയയോടാണ്. അർജന്റീനൻ ആരാധകർക്ക് അയാളുടെ സാന്നിധ്യം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. 2008 ഒളിമ്പിക് സുവർണ നേട്ടം മുതൽ അയാളുടെ കുതിപ്പ് തുടങ്ങി. ഡിമെരിയയുടെ ഒറ്റ ഗോളിൽ അർജന്റീന ഒളിമ്പിക് സ്വർണം സ്വന്തമാക്കി. 2021 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ തനിയാവർത്തനം. 2022 ഫൈനലിസിമയിൽ ഇറ്റലിയെ തകർക്കുമ്പോഴും ഡിമെരിയയുടെ ഗോൾ പിറന്നിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഖത്തറിൽ ലോക പോരാട്ടത്തിന്റെ ഫൈനലിലും അയാൾ ആരാധകരുടെ മനം കവർന്നു. നിർണായകമായ ഒരു ഗോൾ പിറന്നത് ഡിമെരിയയുടെ ഇടം കാലിൽ നിന്നുമാണ്. 64-ാം മിനിറ്റിൽ അയാളെ പിൻവലിച്ചതിന് പിന്നാലെ ഫ്രാൻസ് സംഘം അർജന്റീനയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി. 2014 ലോകകപ്പ് ഫൈനലിൽ ഡിമെരിയ പരിക്കുമൂലം കളിച്ചില്ല. ലയണൽ മെസ്സിക്കും സംഘത്തിനും ലോക കിരീടം നഷ്ടമായി, അതും ഒരൊറ്റ ഗോളിന്. ഏഞ്ചൽ ഡി മെരിയ ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരവിധി ഇങ്ങനെയാകില്ലെന്ന് പറയുന്നവർ ഏറെയുണ്ട്. അതിനൊരു കാരണം മെസ്സി തകർപ്പൻ ഫോമിൽ കളിച്ചപ്പോൾ ഒരാളുടെ പിന്തുണയുണ്ടായിരുന്നുവെങ്കിൽ ഫലം മാറുമായിരുന്നു എന്നതാണ്. ആ പിന്തുണ ഡിമെരിയയ്ക്ക് നൽകാൻ കഴിയുമെന്നായിരുന്നു ഫുട്ബോൾ വിദഗ്ധരുടെ വാദം. ഡിമെരിയയുടെ പിന്തുണ ഏറെയും ലഭിച്ചത് അർജന്റീനയ്ക്കാണെങ്കിലും പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും അയാളുടെ സാന്നിധ്യം അനുഗ്രഹമായിരുന്നു. 2014 സ്പാനിഷ് ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡിനായി ഡിമെരിയ നിറഞ്ഞു കളിച്ചു. ആ സീസണിൽ റയൽ യൂറോപ്യൻ ഫുട്ബോളിന്റെ ചാമ്പ്യന്മാരായി. മെസ്സിയുടെ റൊസാരിയോയിൽ നിന്ന് തന്നെയാണ് ഡിമെരിയയുടെയും വരവ്. കുട്ടിക്കാലത്ത് കടുത്ത ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് ഡിമെരിയ ഫുട്ബോൾ കളിച്ചത്. പന്തിനെ നിയന്ത്രിച്ചു നിർത്താനും വേഗത്തിൽ മുന്നേറാനും അസാമാന്യ കഴിവ്. അർജന്റീനയിലെ റൊസാരിയോ സെൻട്രൽ ആണ് ആദ്യ ക്ലബ്ബ്. പിന്നെ ബെൻഫീക്ക, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, PSG, യുവന്റസ് തുടങ്ങിയ ക്ലബ്ബുകളിലേക്കും ഏഞ്ചൽ ഡി മെരിയ ചിറകടിച്ചെത്തി. ഇപ്പോൾ വീണ്ടും ബെൻഫീക്കയുടെ നിർണായക സാന്നിധ്യമായി തുടരുന്നു. അർജന്റീനൻ ഇതിഹാസത്തിന് ജന്മദിനാശംസകൾ.